കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു പുതിയ ചരിത്രം എഴുതപ്പെടുമോ അതോ പതിവ് കീഴ്വഴക്കങ്ങൾ ആവർത്തിക്കപ്പെടുമോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും നടന്ന വാശിയേറിയ പോരാട്ടത്തിന്റെ ഫലം നാളെ പുറത്തു വരുമ്പോൾ അത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് ഫലം എന്നതിലുപരി കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചിന്താഗതികളുടെ പ്രതിഫലനം കൂടിയായിരിക്കും. ഓരോ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ഉയരുന്ന ആവേശവും ആശങ്കയും വരാനിരിക്കുന്ന 5 വർഷത്തെ കേരളത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതാണ്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയേറെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉടലെടുക്കുന്നത്. LDF, UDF, NDA എന്നീ 3 മുന്നണികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട അവകാശവാദങ്ങളുമായാണ് ജനവിധി കാത്തിരിക്കുന്നത്. CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലക്ഷ്യമിടുന്നത് കേരള രാഷ്ട്രീയത്തിൽ അത്യപൂർവമായൊരു നേട്ടമാണ്. തുടർച്ചയായ 3ാം തവണയും അധികാരത്തിൽ എത്തുക എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെയും അംഗീകാരത്തിന്റെയും പ്രശ്നമാണ്. കിഫ്ബി വഴിയുള്ള പശ്ചാത്തല വികസനം, ലൈഫ് മിഷൻ പദ്ധതി, സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണം, ക്ഷേമ പെൻഷനുകളുടെ കൃത്യമായ വിതരണം എന്നിവ തങ്ങളെ തുണയ്ക്കുമെന്ന് LDF വിശ്വസിക്കുന്നു. ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിയ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും കോവിഡ് പ്രതിരോധവും വോട്ടായി മാറുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ വൻ വിജയം നിയമസഭയിലും ആവർത്തിക്കുമെന്നാണ് LDF ക്യാമ്പിലെ കണക്കുകൂട്ടൽ. ഭരണം തിരിച്ചുപിടിക്കാതെ മുന്നോട്ട് പോകാനാവില്ലെന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി. 5 വർഷത്തെ ഭരണമാറ്റം എന്ന കേരളത്തിന്റെ പൊതുരീതി തങ്ങളെ അധികാരത്തിൽ ഏറ്റുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും പിൻവാതിൽ നിയമനങ്ങളും സജീവ ചർച്ചയാക്കാൻ UDFന് സാധിച്ചിട്ടുമുണ്ട്. തൊഴിലില്ലായ്മ, PSC ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധങ്ങളും യുവജന വോട്ടുകൾ UDFന് അനുകൂലമാകുമെന്ന് പ്രതിപക്ഷ നേതാക്കൾ അവകാശപ്പെടുന്നു. പരമ്പരാഗത വോട്ട് ബാങ്കുകൾക്ക് പുറമെ തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും ഉണ്ടായ സ്വാധീനം വിജയത്തിലേക്ക് നയിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. കേരളത്തിൽ ഒരു ത്രികോണ മത്സരത്തിന് കളമൊരുക്കാൻ സാധിച്ചു എന്നതാണ് BJPയുടെ പ്രധാന നേട്ടം. ഇത്തവണ 2 അക്ക സീറ്റുകൾ ലക്ഷ്യമിട്ടാണ് NDA പ്രചാരണം നടത്തിയത്. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഹൈവേ വികസനവും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും BJP വിലയിരുത്തുന്നു. ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ BJP പിടിക്കുന്ന വോട്ടുകൾ ആരുടെ വിജയത്തെ ബാധിക്കുമെന്നത് ഇരു മുന്നണികളെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നുണ്ട്. ചെറിയ വർധനവ് പോലും വലിയ അട്ടിമറികൾക്ക് കാരണമായേക്കാം. നാളെ രാവിലെ 6 മണിയോടെ സ്ട്രോങ് റൂമുകൾ തുറക്കുന്നതോടെയാണ് വോട്ടെണ്ണൽ പ്രക്രിയ ആരംഭിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ അതീവ ജാഗ്രതയോടെയാണ് ക്രമീകരണങ്ങൾ പൂർത്തിയായിരിക്കുന്നത്. സംസ്ഥാനത്തെ 43 കേന്ദ്രങ്ങളിലായി 140 വോട്ടെണ്ണൽ ഹാളുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഓരോ ടേബിളിലും സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യം ഉറപ്പാക്കിയിട്ടുമുണ്ട്. ആദ്യം എണ്ണിത്തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റുകളാണ്. ഇത്തവണ പോസ്റ്റൽ വോട്ടുകൾ എണ്ണം കൂടുതലായതിനാൽ ഇതിന്റെ ഫലം വരാൻ അല്പം സമയമെടുത്തേക്കാം. എന്നിരുന്നാലും ആദ്യ സൂചനകൾ 8:30 ലഭ്യമാകും. വോട്ടിംഗ് മെഷീനുകൾ എണ്ണിത്തുടങ്ങുന്നതോടെ യഥാർത്ഥ രാഷ്ട്രീയ ഗതി വ്യക്തമാകും. ഓരോ റൗണ്ട് കഴിയുമ്പോഴും ലീഡ് നില മാറാൻ സാധ്യതയുള്ളതിനാൽ ഉച്ചവരെ ഉദ്വേഗം നിലനിൽക്കും. കൃത്യത പരിശോധിക്കുന്നതിനായി ഓരോ മണ്ഡലത്തിലെയും 5 ബൂത്തുകളിൽ VVPAT സ്ലിപ്പുകൾ നിർബന്ധമായും എണ്ണും. ഇതും EVMലെ കണക്കും തമ്മിൽ പൊരുത്തപ്പെട്ടാൽ മാത്രമേ ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം ഉണ്ടാകൂ. ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ തലവര നിശ്ചയിക്കുന്നത് ചില പ്രധാന ഘടകങ്ങളായിരിക്കും. രാഷ്ട്രീയ പാർട്ടികളുടെ ഉറച്ച വോട്ടുകൾക്കപ്പുറം അവസാന നിമിഷം തീരുമാനമെടുക്കുന്ന ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ് ഇത്തവണ നിർണായകമാകും. സാധാരണക്കാരായ ജനങ്ങൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തരാണോ അതോ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അവരുടെ വോട്ടുകൾ പറയും. കേരളത്തിലെ പോളിംഗ് ശതമാനത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എപ്പോഴും ഉയർന്നതാണ്. ക്ഷേമ പദ്ധതികളും സുരക്ഷാ ക്രമീകരണങ്ങളും സ്ത്രീ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിച്ചു എന്നത് ഫലത്തെ സ്വാധീനിക്കും. കേരളത്തിലെ വിവിധ സാമുദായിക സംഘടനകൾ സ്വീകരിച്ച നിലപാടുകൾ വോട്ടെണ്ണൽ ദിനത്തിൽ പ്രകടമാകും. സമുദായ വോട്ടുകൾ ഒരു മുന്നണിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടാൽ അത് വലിയ ഭൂരിപക്ഷത്തിനും കാരണമാകും. വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമോ അതോ സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ വിനയാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. വിവിധ ചാനലുകൾ പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ മിശ്രിതമായ സൂചനകളാണ് നൽകുന്നത്. ചില പോളുകൾ LDF ഭരണ തുടർച്ച പ്രവചിക്കുമ്പോൾ മറ്റു ചിലത് UDFന് മുൻതൂക്കം നൽകുന്നു. BJP ഇത്തവണ നിർണായകമായ വോട്ട് വിഹിതം സ്വന്തമാക്കുമെന്നും പലരും കരുതുന്നു. പ്രമുഖ നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളായ പുതുപ്പള്ളി, ധർമ്മടം, പാലക്കാട്, ഹരിപ്പാട് തുടങ്ങിയ മണ്ഡലങ്ങളിലെ ഫലങ്ങൾ 9 മണിയോടെ തന്നെ വ്യക്തമാകും. പല മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം 1000 വോട്ടുകളിൽ താഴെയാകാൻ സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. അങ്ങനെയെങ്കിൽ റീകൗണ്ടിംഗ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പോലീസ് കനത്ത സുരക്ഷാ വലയമാണ് ഒരുക്കിയിരിക്കുന്നത്. സൈബർ ഇടങ്ങളിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ സൈബർ സെൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ട്രെൻഡ് വെബ്സൈറ്റിലൂടെയും ആപ്പിലൂടെയും ജനങ്ങൾക്ക് തത്സമയം ഫലങ്ങൾ അറിയാൻ സാധിക്കും. നാളെ രാവിലെ 10 മണിയോടെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അത് ഭരണ തുടർച്ചയുടെ പുതിയ അധ്യായമാകുമോ അതോ അധികാര കൈമാറ്റത്തിന്റെ പഴയ ചരിത്രമാകുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണാം. ജയപരാജയങ്ങൾ എന്തുതന്നെയായാലും ജനങ്ങളുടെ ഈ വിധി കേരളത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ കൂടുതൽ ശക്തമാക്കുമെന്നതിൽ സംശയമില്ല. ഓരോ മലയാളിയും ഉറ്റുനോക്കുന്നത് വികസനത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിൽ കേരളത്തെ നയിക്കാൻ പോകുന്ന ആ പുതിയ സർക്കാരിനെയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം നാളെ പകൽ വെളിച്ചം പോലെ തെളിയുമ്പോൾ അതൊരു പുതിയ കേരളത്തിനായുള്ള ചുവടുവയ്പായി മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.